ദൈവത്തിൻ്റെ വിശുദ്ധമായ നാമമായിട്ട് പറയട്ടെ. ഇന്ന് നമ്മുടെ പഠനത്തിൽ കടന്നു വന്നിരിക്കുന്ന ദേവദാസൻ പാസ്റ്റർ അജി ഐസൻ, സ്ഥലം അടൂരിനാണ്. അവിടെ IPC ചർച്ചിൻ്റെ പാസ്റ്ററാകുന്നു. പാസ്റ്റർ കൂടുതൽ വിവരങ്ങൾ പരിചയപ്പെടുന്നു. ഞങ്ങൾക്ക് ദീർഘനാളത്തെ പരിചയമുണ്ട്. ഞാൻ റാന്നിയിലെ പ്രിൻസിപ്പാസിൻ്റെ പരിചയപ്പെടുന്ന ആൾ മുതൽ വീണ്ടും ഒന്നുകൂടെ പരിചയപ്പെടാനിടയായി. നമ്മുടെ നഗരിലായിരിക്കുന്ന VG സിസ്റ്ററിൻ്റെ ബ്രദറാണ്. VG ഷിജുവിൻ്റെ ബ്രദറാണ്. പാസ്റ്റർ വന്നു ചേർന്ന നന്ദി. കൂട്ടായ്മയുടെ പേരിൽ വ്യക്തിയോടുമായ പേരിൽ അറിയിക്കുന്ന എല്ലാവരും കാര്യങ്ങളെ അയച്ച് പാസ്റ്ററിനെ ലളിതമായ ഒരു ആത്മീയ ചിന്ത ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് കർത്താവ് ഞാൻ ക്ഷണിക്കുന്നത്. ബാബിലോണിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ സങ്കീർത്തനവുമായി ബന്ധപ്പെട്ട പഴയൊരു പാട്ടുണ്ട്. പാടാൻ എനിക്കറിയില്ല, കുട്ടികൾ പാടും. ബാബേൽ നദീ തീരത്ത് ഞങ്ങളിരുന്നു സിയോനെ ഓർത്ത് കരഞ്ഞു എന്ന് പറയുന്നത് മനോഹരമായൊരു കാര്യം. ഒത്തിരി അനുഭവങ്ങൾ പങ്കുവെക്കാനുള്ളതൊക്കെ അതിനെക്കുറിച്ച് പ്രിയ സാർമോദ സൂചിപ്പിക്കുവാൻ കർത്താവ് അവസരമൊരുക്കി. ഇവിടുത്തെ സംഭവങ്ങൾ നമ്മെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ വരവേറ്റം ആസന്നമായി. വയനാടൊരു വേദനയായി നമ്മുടെ മനസ്സിൽ കിടക്കുകയാണ്. അപ്പോൾ തന്നെ സാറ് പറഞ്ഞതുപോലെ ലോകരാജ്യങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങൾ, ഇതൊക്കെ അനുനിമിഷം അനുദിനം എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും പറയാൻ കഴിയാതിരിക്കുമ്പോൾ യഥാർത്ഥ ഒരു ദൈവ പൈതലിനെ കർത്താവിന്റെ തിരുമുഖത്തേക്ക് നോക്കി ഒന്ന് അവരുടെ ഉള്ളത്തിൽ തുടിക്കും, ഞാൻ വിശ്വസിക്കുന്ന എന്റെ കർത്താവ് വരാനായി. അപ്പൊ ആ സംഭവങ്ങളൊക്കെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ നടുവിൽ വളരെ ശാന്തമായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് വരച്ച് കാണിക്കാൻ കർത്താവ് ഇഷ്ടപ്പെട്ടു. കുഞ്ഞുങ്ങൾ പ്രിയപ്പെട്ടവരുടെ
പരിശോധിച്ചാൽ ഏകദേശം 8 സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ മത്തായി എന്ന സുവിശേഷകൻ വിട്ടുകളഞ്ഞ നിരവധി സംഭവങ്ങൾ മറ്റ് സുവിശേഷങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മത്തായി എന്ന സുവിശേഷകൻ 9-ാം അധ്യായത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന 8 സംഭവങ്ങളിൽ 4 സംഭവങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആത്മീയത, കർത്താവിന്റെ മഹത്വം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. ഒന്ന്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു 1-ാമത്തെ സംഭവവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അവിടുന്ന് അധികാരമുള്ള ദൈവമാണ്. 2-ാമത്തെ സംഭവവുമായി ബന്ധപ്പെട്ട് അവിടുന്ന് തെരഞ്ഞെടുക്കുന്നവരാണ്. 3-ാമത്തെ സംഭവവുമായി ബന്ധപ്പെട്ട് അവിടുന്ന് സൗഖ്യദായകനാണ്. 4-ാമത്തെ സംഭവവുമായി ബന്ധപ്പെട്ട് അവിടുന്ന് ഉയർപ്പിക്കുന്നവനാണ്. അപ്പൊ 4 ചിന്തകളാണ് ഞാൻ പറയുന്നത്. 1, അധികാരമുള്ളവൻ. 2, തെരഞ്ഞെടുക്കുന്നവൻ. 3, സൗഖ്യദായകൻ. 4, ഉയർപ്പിക്കുന്നവൻ. കുഞ്ഞുങ്ങൾ, നിങ്ങൾ എന്നോട് ചേർന്ന് പറയുമോ? 1, യേശു ആരാണ്? പറഞ്ഞേ, ഓർമ്മ പറഞ്ഞേ. അപ്പൊ നിങ്ങൾ എന്നോട് ഇല്ല. 1, യേശു അധികാരമുള്ളവൻ. 2, യേശു തെരഞ്ഞെടുക്കുന്നവൻ. 3, യേശു സൗഖ്യദായകൻ. 4, ഉയർപ്പിക്കുന്നവൻ. അവൻ ഈ മത്തായി സുവിശേഷം 9-ാം അധ്യായത്തിന്റെ സംഭവങ്ങളെ മാത്രം മുൻനിർത്തിയാണ് ഞാൻ ഈ സംഭവങ്ങൾ അവൻ സൂചിപ്പിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ അധികാരം എന്താണ്? 6-ാം വാക്യം നിങ്ങൾ ആരെങ്കിലും ഒരാൾ വായിക്കുമോ? 6-ാം വാക്യം, 9-ാം അധ്യായം 6-ാമത്തെ വാക്യം. എങ്കിലും ഭൂമിയിൽ പാവങ്ങളെ പോക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടത്. അപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കണം, യേശുക്രിസ്തുവിന്റെ അധികാരം, പാപത്തെ പോക്കാൻ യേശുവിന് അധികാരമുണ്ട്. പാപത്തെ പോക്കാൻ അധികാരമുള്ളത് എല്ലാവർക്കും കഴിയുമോ? അന്നത്തെ പള്ളിപ്രമാണികളുണ്ട്, മഹാപുരോഹിതന്മാരുണ്ട്, ശാസ്ത്രിമാരുണ്ട്. അങ്ങനെ നാനാ തുറകളിലുള്ള അധികാര പദവിയുള്ള ധാരാളം ആളുകൾ, പ്രവാചകന്മാരടക്കം ധാരാളം ആളുകളുണ്ട്. പക്ഷേ അവർക്കൊന്നുമില്ലാത്ത ഒരു സവിശേഷത, ഒരു ശ്രേഷ്ഠത യേശുവിനുണ്ട്. യേശു പാപത്തെ പോക്കാൻ അധികാരമുള്ളവരാണ്. ആ സംഭവം മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ 9-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള ഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ ഇതേ ഭാഗം തന്നെയാണ് മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അവൻ പടകിൽ കയറി ഇക്കരയ്ക്ക് കടന്ന് സ്വന്തം പട്ടണത്തിൽ എത്തി. അപ്പൊ യേശു സ്വന്തം പട്ടണത്തിൽ എത്തി. മർക്കോസിന്റെ സുവിശേഷത്തിൽ കാണുന്നത് അവൻ കഫർന്നഹൂമിലെത്തി. ഗലീലയിലെ കഫർന്നഹൂം എന്ന സമയത്ത് ഇതെല്ലാം ഗലീലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പട്ടണങ്ങളാണ്. അത് യേശു കഫർന്നഹൂമിൽ ഒരു വീട്ടിൽ ഇരിക്കുകയായിരുന്നു. ഒരു വീട്ടിൽ യേശു ഇരിക്കണമെങ്കിൽ ആ വീടുമായിട്ട് യേശുവിന് അഭേദ്യമായ ബന്ധമുണ്ട്. നമുക്ക് പരിചയമില്ലാത്തൊരു വീട്ടിൽ നമ്മൾ ഇരിക്കാറില്ല, പരിചയമില്ലാത്തൊരിടത്ത് നമ്മൾ തങ്ങാറില്ല. അവൻ യേശു ആ വീട്ടിൽ തങ്ങണമെങ്കിൽ, ഇരിക്കണമെങ്കിൽ യേശു ആ വീടുമായിട്ടൊരു ബന്ധമുണ്ട്. ആ വീടിന് യേശുമായിട്ടൊരു ബന്ധമുണ്ട്. ഇന്ന് ഈ സന്ധിയിൽ ഞാൻ നിങ്ങളോട് വാസ്തവമായി ചോദിക്കട്ടെ, നിങ്ങളുടെ അരികിൽ യേശു ഇരിക്കത്തക്ക വിധത്തിൽ നിങ്ങളുടെ യേശുമായിട്ടൊരു ബന്ധമുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ യേശു നിങ്ങളോടൊപ്പം ഇരിക്കത്തക്ക വിധത്തിൽ നിങ്ങളുടെ യേശുമായിട്ടൊരു ബന്ധമുണ്ടോ? ഇന്ന് ഒന്ന് സ്വയം ശോധന ചെയ്യണം. യേശു നിങ്ങളുടെ വീട്ടിൽ ഇരിക്കത്തക്ക വിധത്തിൽ, യേശുവിന്റെ സാന്നിധ്യം നിങ്ങളുടെ വീട്ടിൽ അനുഭവിക്കത്തക്ക വിധത്തിൽ, നിങ്ങളുടെ ചാരി യേശു ഇരിക്കത്തക്ക വിധത്തിൽ, ആ യേശുവിന്റെ ശബ്ദം നിങ്ങളുടെ കാതിൽ കേൾക്കത്തക്ക വിധത്തിൽ, ആ യേശുവിന്റെ കരസ്പർശനം നിങ്ങൾ അനുഭവിക്കത്തക്ക വിധത്തിൽ, ആ യേശു നിങ്ങളെ ചേർത്ത് പിടിക്കുന്നത് നിങ്ങൾ അനുഭവിക്കത്തക്ക വിധത്തിൽ യേശുവായിട്ട് നിങ്ങൾക്കൊരു ബന്ധം എത്രയെന്ന് ഇന്ന് രാത്രി ഒന്ന് ശോധന ചെയ്യണം. ഒന്ന് സ്വന്തം ചെയ്യുമോ കർത്താവിന്? യേശു ആ വീട്ടിലിരിക്കുമ്പോൾ ധാരാളം ആളുകൾ തടിച്ചുകൂടി, അല്ലെ? യേശു ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ധാരാളം ആളുകൾ അവിടെ തടിച്ചുകൂടി. ആളുകളെല്ലാം തടിച്ചുകൂടി. വഴിയിലാണ് നിറഞ്ഞു, മുറ്റത്താണ് നിറഞ്ഞു, വീട്ടിലാണ് നിറഞ്ഞു, വാതിലാണ് നിറഞ്ഞു, ആളുകളെ കൊണ്ട് നിറഞ്ഞു. അപ്പോൾ ഈ സമയത്ത് 4 പേര് ചേർന്ന് ഒരു മനുഷ്യനെ യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ഞാൻ ഈ 4 പേരെ അപ്രിഷ്യേറ്റ് ചെയ്യും.
ആർക്കും വേണ്ടാതെ കിടന്ന ഒരുവനെ, ആരാലും ആദരിക്കാതെ കിടന്ന ഒരുവൻ, വർഷങ്ങളായി ഇവനിങ്ങനെ രോഗം ബാധിച്ച് കിടക്കുമ്പോൾ 4 പേര് അവനെ യേശുവിന്റെ അടുക്കൽ എത്തിക്കാൻ അവർ മനസ്സുള്ളവരെ മാറുന്നു. ഈ 4 പേരോട് ചേർന്ന് അവനെ ചുമന്നുകൊണ്ട് വരുമ്പോൾ ഒരു ചോദ്യമുണ്ട്. ഈ 4 പേരോട് നമുക്കൊരു ചോദ്യം ചോദിക്കാം. ഈ മനുഷ്യനെ ചുമന്നുകൊണ്ട് പോകുമ്പോൾ എന്താ നിങ്ങളുടെ ഉദ്ദേശം? അവർക്ക് പറയാനുള്ള ഒരു മറുപടി ഉണ്ട്. ഞങ്ങൾക്ക് അങ്ങോട്ട് ചുമ്മിയാൽ മതി. അവൻ യേശുവിന്റെ അടുക്കലെത്തിയാൽ അവൻ തനിയെ നടന്ന് വീട്ടിൽ പോകും. ഇന്ന് രാത്രിയിൽ നിങ്ങളെ ധൈര്യപ്പെടുത്തുന്ന ഒരു ചിന്തന നിങ്ങളുടെ മനസ്സിലേക്ക് നൽകാം. നിങ്ങൾ ചുമക്കുന്ന ഭാരമുണ്ടല്ലോ, നിങ്ങൾ ചുമക്കുന്ന വിഷയങ്ങളുണ്ടല്ലോ, നിങ്ങൾ ചുമക്കുന്ന ആ ഹൃദയത്തിന്റെ വേദനയുണ്ടല്ലോ, അത് യേശുവിന്റെ അടുക്കലെത്തിയാൽ അവിടെ മുതൽ നിങ്ങൾ സ്വതന്ത്രരാകും. അവിടെ മുതൽ നിങ്ങൾക്ക് ആശ്വാസമുണ്ട്. അവിടെ മുതൽ നിങ്ങൾക്ക് വിടുതലുണ്ട്. ഭാരം ചുമന്നവരായി വന്നെങ്കിൽ ഭാരമൊഴിഞ്ഞവരായി ആശ്വാസത്തോടെ മടങ്ങാൻ നിങ്ങളെ ശക്തീകരിക്കുന്ന ഒരു നല്ല കർത്താവ് നമുക്കുണ്ട്, ഒരു നല്ല നാഥൻ നമുക്കുണ്ട്. അവൻ ഇന്ന് ഈ രാത്രിയിൽ ഈ മീറ്റിംഗിനകത്ത് വന്നിട്ടുണ്ട്. ആ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർക്കായി ഈ രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എത്രയോ നാളുകൾ കൊണ്ട് നമ്മൾ ഭാരം ചുമക്കുന്നവരാ, എത്രയോ നാളുകൾ കൊണ്ട് വേദനകൾ ചുമക്കുന്നവരാ, എത്രയോ നാളുകൾ കൊണ്ട് അപമാനം ചുമക്കുന്നവരാ, എത്രയോ നാളുകൾ കൊണ്ട് ഭാരങ്ങൾ ചുമക്കുന്നവരാ. ഇന്ന് രാത്രി കുഴഞ്ഞെങ്കിൽ യേശുവിന്റെ അടുക്കലേക്ക് അത് ഇറക്കി വെക്കാൻ, അത് നിറക്കി വെക്കാൻ ആ യേശു നിനക്ക് അവസരം ഒരുക്കുമ്പോൾ ഇന്ന് രാത്രി അലസമായി മാറിയിരിക്കരുത്. നിന്റെ അടുത്ത് കറങ്ങി വരുന്ന യേശുവിന്റെ അടുക്കൽ ഈ രാത്രി ഭാരം ഒന്ന് ഇറക്കി വെച്ച് ഒന്ന് ശക്തിപ്പെടുവാൻ, ഒന്ന് ആശ്വാസം പ്രവഹിക്കുവാൻ ആ തുളയ്ക്കപ്പെട്ട കരം ഈ രാത്രി നിങ്ങളുടെ നേർക്ക് വരുന്നുണ്ട്. അത് ആത്മാവിൽ അറിയുന്നവർക്കായി ഈ രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. 4 പേരും പറയാറുള്ള ഒറ്റ കാര്യം, ഞങ്ങൾക്ക് അങ്ങോട്ട് ചുമ്മിയാൽ മതി, പിന്നെ അവൻ തനിയെ വീട്ടിൽ പോകും. 4 പേരുടെ ചുമക്ക് വരുമ്പോൾ നിങ്ങൾ നോക്കിക്കുക, ഭയങ്കര ആൾക്കൂട്ടം. ഈ ആൾക്കൂട്ടത്തിനകത്തോടെ എങ്ങനെ അകത്ത് കിടക്കും? ഒരു സാധ്യതയുമില്ല. അപ്പൊ അവരോട് ചോദിച്ചേ, സാധ്യതയൊന്നും ഇല്ലല്ലോ അകത്തോട്ട് കയറാൻ? അവർക്ക് പറയാനൊരു മറുപടി ഉണ്ട്. ഞങ്ങൾ സാധ്യതകളെ നോക്കിയല്ല ഇറങ്ങിയത്, ഞങ്ങൾ സാധ്യനായ ദൈവത്തെ നോക്കിയാണ്. സാധ്യതകളെ നോക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ക്ഷീണിച്ചു പോകുന്നു കേട്ടോ. സാധ്യതകളെ മാത്രം നോക്കുമ്പോൾ പലപ്പോഴും നമ്മൾ തളർന്നു പോകും. പക്ഷെ സാധ്യനായ ദൈവത്തിലേക്ക് നോക്കിയാൽ വചനം പറയുന്നു, അവനിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. അവൻ ഈ രാത്രിയിൽ വളരെ ഹൃദയം തൊട്ട് ഞാൻ പറയാം, നിങ്ങളുടെ പ്രോജക്റ്റുകൾക്ക് സാധ്യതയില്ലെന്ന് പറയുമ്പോൾ, നിങ്ങളുടെ ഡ്രീം പ്രോജക്റ്റുകൾക്ക് സാധ്യതയില്ലെന്ന് പറയുമ്പോൾ, നിങ്ങളുടെ മിനിസ്ട്രികൾക്ക് സാധ്യതയില്ലെന്ന് പറയുമ്പോൾ, നിങ്ങളുടെ വാഗ്ദത്തങ്ങൾക്ക് സാധ്യതയില്ലെന്ന് പറയുമ്പോൾ, നിങ്ങളുടെ ഭാവിക്ക് സാധ്യതയില്ലെന്ന് പറയുമ്പോൾ, നിങ്ങളെ കുറിച്ചുള്ള ദൈവിക പദ്ധതികൾക്ക് ഇനി യാതൊരു സാധ്യതയില്ലെന്ന് പറയുമ്പോൾ, ഇന്ന് രാത്രി സാധ്യതകളെയല്ല നോക്കേണ്ടത്, സാധ്യനായ ദൈവത്തെ നോക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, സാധ്യനായ ദൈവത്തെ നോക്കുന്നെങ്കിൽ നിങ്ങൾ ക്ഷീണിക്കത്തില്ല, നിങ്ങളുടെ ചുവട് പുറകോട്ട് പോകത്തില്ല, നിങ്ങൾക്ക് സധൈര്യം മുന്നോട്ട് പോകാൻ കഴിയും. കാരണം നിങ്ങളെ ശക്തീകരിക്കുന്ന ഒരു ദൈവം നമുക്ക് മുൻപിലുണ്ട്. അവൻ സാധ്യനായ ദൈവമാണ്. ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന പ്രിയ മാതാക്കന്മാരെ, പിതാക്കന്മാരെ, ആന്റിമാരെ, സഹോദരിമാരെ, നിങ്ങളുടെ തലമുറയെ നോക്കി ഒരു സാധ്യതയില്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ, നിങ്ങളുടെ ഫ്യൂച്ചറിനെ നോക്കി ഒരു സാധ്യതയില്ലെന്ന് പറഞ്ഞാൽ, ഇന്ന് രാത്രി സാധ്യതകളെയല്ല, സാധ്യനായ ദൈവത്തെ, അങ്ങനെ ഒരുവൻ നമുക്കുണ്ട്. അത് നസ്രയനായ യേശുവാണ്. അപ്പൊ സാധ്യതകളെ നോക്കാതെ സാധ്യനായ ദൈവത്തെ നോക്കി യാത്ര പുറപ്പെട്ടവര് നേരെ അവൻ ആ വീടിനടുത്തെത്തുമ്പോൾ അകത്തോട്ട് കയറാൻ പറ്റുന്നില്ല. അപ്പൊ നമുക്കൊരു ചോദ്യമുണ്ട്. ഈ സാധാരണ ഒരു ഡോക്ടറിനെ കാണാൻ നമ്മളൊക്കെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ വലിയ ക്യൂ ആണ്. ആ ക്യൂവിനകത്ത് ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഒരാളെ കൊണ്ടുവന്നാൽ നമ്മളെല്ലാവരും എന്ത് ചെയ്യും? നിങ്ങളുടെ ഇരിപ്പില്, നിങ്ങളുടെ ഈ മുഖഭാവത്തില് ഞങ്ങൾക്ക് ഇതൊന്നും ഒരു വിഷയമല്ലാതെ അറിയില്ല.
സ്റ്റേജിൽ ഒരു മനുഷ്യനെ കൊണ്ടുവന്നാൽ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് അദ്ദേഹത്തെ ഡോക്ടറെ അടുത്തെത്തിക്കും. അല്ലെ? അതൊരു മാനുഷിക പരിഗണന. ഈ 4 പേരോട് ചേർന്ന് ചുമന്ന് ക്ഷീണിച്ചു വന്നിട്ട് ആരും അവരെ പരിഗണിച്ചില്ല അകത്തോട്ട് കയറാൻ. പക്ഷെ അവിടെ അവര് തളർന്നില്ല. കാരണം ഞങ്ങളെ പരിഗണിക്കുന്നവൻ അകത്തിരിപ്പുണ്ട്. സ്വന്തം എത്ര പേര് രാത്രി ഒരു സ്വന്തം പറയും? പോരാ, നന്നായിട്ട് ശബ്ദമുയർത്തി എന്ന് പറഞ്ഞേ. ആരും എന്നെ പരിഗണിച്ചില്ലെങ്കിലും എന്നെ പരിഗണിക്കുന്ന ഒരുവൻ അകത്തിരിപ്പുണ്ട്. എന്റെ സഹോദരങ്ങൾ എന്നെ പരിഗണിച്ചില്ലെങ്കിലും, എന്റെ അമ്മയപ്പന്മാർ എന്നെ പരിഗണിച്ചില്ലെങ്കിലും, എന്റെ നാട്ടുകാരെന്നെ പരിഗണിച്ചില്ലെങ്കിലും, എന്റെ വീട്ടുകാരെന്നെ പരിഗണിച്ചില്ലെങ്കിലും, എന്നെ ചേർത്ത് നിർത്തുന്നവർ എന്നെ പരിഗണിച്ചില്ലെങ്കിലും, എന്നെ പരിഗണിക്കുന്ന ഒരുവൻ എന്റെ പുറകിലുണ്ട്. എന്നെ പരിഗണിക്കുന്ന ഒരുവനുണ്ട് എന്ന് രാത്രി എത്ര പേർക്ക് ഉറപ്പുണ്ട്? സഹോദര, യേശു നിന്നോട് സംസാരിക്കുന്നു. ആരും നിന്നെ പരിഗണിച്ചില്ലെങ്കിലും യേശു നിന്നെ പരിഗണിക്കുന്ന ദൈവമാണ്. സഹോദരി, ആരും നിന്നെ പരിഗണിച്ചില്ലെങ്കിലും അവൻ നിന്നെ പരിഗണിക്കുന്ന ദൈവമാണ്. മാതാവേ, ആരും നിങ്ങളെ പരിഗണിച്ചില്ലെങ്കിലും യേശു നിങ്ങളെ പരിഗണിക്കുന്ന ദൈവമാണ്. ഇന്ന് രാത്രി അവഗണനകളുടെ നടുവിലൂടെയല്ല, പരിഗണിക്കുന്നവന്റെ കരം പിടിച്ചു നടക്കാം. ആ കരം നിങ്ങൾക്ക് നേരെ ഈ രാത്രിയിൽ അടുത്ത് വരുമ്പോൾ ആ കരത്തിലൊന്ന് പിടിക്കാൻ എത്ര പേർക്ക് രാത്രി മനസ്സുണ്ട്? അവൻ ആരൊക്കെ നമ്മെ അവഗണിച്ചാലും പരിഗണിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ പരിഗണന മാത്രമേ ഉള്ളായിരുന്നു അവഗണന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇസ്രായേലിന്റെ ജീവിതത്തിൽ. പ്രിയ സാർ സൂചിപ്പിച്ചതുപോലെ ഇസ്രായേൽ ജനത്തെ, യഹൂദന്മാരെ ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ടുപോയപ്പോൾ ബാബിലോണിലെത്തി അവിടെ ജീവിത വിശുദ്ധിക്ക് വില കൊടുത്ത ചെറുപ്പക്കാർ പക്ഷേ ഇവരെ ദൂര സമഭൂമിയിലോട്ട് നിർത്തിയിട്ട് പറഞ്ഞു, ഒരു ഭയങ്കര വിഗ്രഹം ഉണ്ടാക്കി നിർത്തിയിട്ട് പറഞ്ഞു, ഇപ്പോൾ DJ താളത്തിൽ ഒരു ആരാധന മുഴങ്ങും, ഈ സമയത്ത് വീട് നമസ്കരിച്ചോ. കൊട്ടും കൊരവിയും ബഹളവും ആർപ്പും ഉയർന്നപ്പോൾ സകലരും വീണു. പക്ഷെ 3 പേര് മുട്ടുമടക്കാതെ മാറി നിന്നു. ആരാളുടെ പേരെന്താ അറിയാമോ? അറിയാവുന്നത് പറയാമോ? ശദ്രക്കും മേശക്കും അബേദ്നെഗോവും. അവര് പറയാൻ കാരണം എന്താ അറിയാമോ? ഞങ്ങളുടെ പിതാക്കന്മാർ ആരാധിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ അല്ലാതെ ഞങ്ങൾ മറ്റൊരു ദൈവത്തെ ആരാധിക്കത്തില്ല. ഇനി ഞാൻ നിങ്ങളോടൊരു മർമ്മം പറയാം. അബ്രഹാം എന്ന് പറയപ്പെടുന്ന വല്യപ്പൻ അബ്രഹാം പണ്ട് ഇതിനെ ഉണ്ടാക്കി ഇതിനെ നമസ്കരിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ദൈവശബ്ദം കേട്ട് അന്ന് ഇതിനെ മൊത്തം അടിച്ചുടച്ച് വലിച്ചെറിഞ്ഞിട്ട് ദൈവശബ്ദം കേട്ട് അതിന് പുറകെ ഇറങ്ങി തിരിച്ചൊരു മനുഷ്യൻ, ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചുകൊണ്ട് ഇറങ്ങി തിരിച്ചൊരു മനുഷ്യൻ, ആ അബ്രഹാമിന്റെ കൊച്ചുമക്കളെ വീണ്ടും തിരിച്ച് വല്യപ്പൻ എവിടെ നിന്ന് വന്നോ അവിടെ കൊണ്ട് നിർത്തിയിട്ട് കൊച്ചുമക്കളോട് പണ്ട് വല്യപ്പൻ ഉടച്ചു കളഞ്ഞതിനെ വീണ്ടും പണിത് വെച്ചിട്ട് അവര് പറഞ്ഞു വീണ്ടും നമസ്കരിക്കാൻ. പക്ഷേ സത്യ ദൈവത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ ആ തലമുറ പറഞ്ഞു, ഞങ്ങൾക്ക് ആരാധിക്കാൻ ഒരു ദൈവമുണ്ട്, ഞങ്ങൾ സേവിക്കുന്ന ഒരു ദൈവമുണ്ട്, ഞങ്ങൾ ആരാധിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാന് ഒരു ദൂതന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിക്കുന്നതുകൊണ്ട് അത് പറഞ്ഞു മുന്നോട്ട് പോകാൻ കർത്താവ് ഇഷ്ടപ്പെടുന്നു. ഈ മത്തായി സുവിശേഷത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം വായിക്കുമോ? മത്തായി സുവിശേഷം 1-ാം അധ്യായം 17-ാമത്തെ വാക്യം. അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം 14 മതി. അബ്രഹാം മുതൽ ദാവീദ് വരെ എന്ന് പറഞ്ഞാൽ അബ്രഹാമിന്റെ 14-ാമത്തെ തലമുറയിൽ ഒരു രാജാവ് എഴുന്നേറ്റു. അബ്രഹാമിനെ ദൈവം വിളിച്ചിട്ട് പറഞ്ഞു, നീ വാഗ്ദത്ത ദേശത്തേക്ക് പുറപ്പെടാൻ പറഞ്ഞു. അബ്രഹാം ദൈവശബ്ദം കേട്ട് പുറപ്പെട്ടു. നോക്കൂ, ദേശം ഏതാ അറിയത്തില്ല. കർത്താവ് പറഞ്ഞു ഇറങ്ങാൻ പറഞ്ഞു, ഇറങ്ങി. ബന്ധങ്ങൾ വിട്ടറിഞ്ഞു. ഒരു വലിയ ബിസിനസ്സുമാൻ, അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുള്ള ഒരു ബിസിനസ് ലോകം, ഇതെല്ലാം വിട്ടറിഞ്ഞ് അദ്ദേഹം ഇറങ്ങുകയാണ്.
ഇറങ്ങിയപ്പോൾ പലരും പറഞ്ഞു ഇറങ്ങുന്നത് മണ്ടത്തരമാണ്, അബദ്ധമാണ്, സാധ്യതകളുള്ള ഈ പട്ടണം വിടുന്നത് അബദ്ധമാണ്. പക്ഷെ അബ്രഹാം ഇറങ്ങി അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോട് വിശ്വസിച്ചുകൊണ്ട് അബ്രഹാം ഇറങ്ങി. റോമാലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അബ്രഹാം വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. അബ്രഹാം വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. അബ്രഹാമിനെ വിളിച്ചിറക്കിയത് 75-ാമത്തെ വയസ്സിലാണ്. എത്രാമത്തെ വയസ്സിലാണ്? 60-ാമത്തെ വയസ്സിൽ നമ്മൾ റിട്ടേൺ കൊടുത്ത് വീട്ടിലിരുത്തും. അതുകൂടെ കഴിഞ്ഞ് 15 വർഷം കൂടെ കഴിഞ്ഞപ്പോഴാണ് ദൈവം വിളിച്ചത്. അപ്പൊ ദൈവത്തിന് പ്രായം ഒരു പ്രശ്നം. എന്റെ മുന്നിൽ ഇരിക്കുന്നത് ഏറെ ചെറുപ്പക്കാരാണല്ലോ, നിങ്ങൾ സന്തോഷമൊക്കെ പറഞ്ഞേ. അപ്പൊ പ്രായം ദൈവത്തിനൊരു വിഷയമല്ല. 75-ാമത്തെ വയസ്സ് ഇറങ്ങിയിട്ട് അബ്രഹാം ഒരു വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാതിരിക്കാൻ ഇടയ്ക്ക് ദൈവം വന്നിട്ട് പറഞ്ഞു, നീ തലമുക്കി തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്ക്, മൊത്തം ഞാൻ നിനക്ക് തരും. ആമേൻ. ഈ മണത്തടികളെ എണ്ണമെങ്കിൽ എണ്ണിക്കോ, അതുപോലെ ഞാൻ നിന്റെ സന്തതിയെ വലിയൊരു ജാതിയാക്കും. അത് പറഞ്ഞ് ബലപ്പെട്ടിങ്ങനെ കഴിഞ്ഞു. ഇങ്ങനെ മുന്നോട്ട് പോയപ്പോൾ വീണ്ടും ക്ഷീണം സംഭവിച്ചു എന്ന് കണ്ടപ്പോൾ തമ്പുരാൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, അബ്രഹാമേ, നീ ആകാശത്തിലെ നക്ഷത്രങ്ങളെ എണ്ണമെങ്കിൽ എണ്ണിക്കോ, അതുപോലെ ഞാൻ നിന്റെ സന്തതിയെ വലിയൊരു ജാതിയാക്കും. വീണ്ടും അബ്രഹാം ക്ഷീണിക്കാതിരിക്കാൻ ദൈവം ഇറങ്ങി വന്നു, ഞാൻ നിന്റെ സന്തതിയെ വലിയൊരു ജാതിയാക്കും. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിലൊക്കെ ഒന്ന് വായിക്കണം. അവിടെ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നത്, അബ്രഹാം ഇത് കേട്ട് കവിണ്ണു വീണ് കിടന്ന് ചിരിച്ചെന്ന്. ദൈവം വാഗ്ദത്തം ചെയ്തത് കേട്ടപ്പോൾ കവിണ്ണു വീണ് കിടന്ന്, കാര്യം ഒരു സാധ്യതയില്ല. എന്താ സാധ്യതയില്ലെന്ന് പറയാൻ കാരണം റോമാലേഖനം 4-ാം അധ്യായം 19-ാമത് വാക്യം വായിക്കാം. റോമാലേഖനം 4-ാം അധ്യായം 19-ാമത് വാക്യം. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും നിർജീവത്വവും ഗ്രഹിച്ചു. അപ്പോൾ തങ്ങൾ നിർജീവനാണ്, കുറച്ചുകൂടെ പറഞ്ഞാൽ ഡെഡായിരിക്കുന്നു എന്ന് അവൻ ഗ്രഹിച്ചിട്ടും അബ്രഹാം വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോയില്ല. ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ധൈര്യപ്പെടുത്തുന്ന ഒരു സന്ദേശം കൂടെ പറയുന്നു. അബ്രഹാമിന്റെ വിശ്വാസം അവൻ നിർജീവമായിരുന്നില്ല, അബ്രഹാമിന്റെ വിശ്വാസം മരിച്ചുപോയില്ല. ഈ രാത്രിയിൽ അവൻ ജീവനുള്ള സജീവമായ ഒരു വിശ്വാസം നമ്മുടെ അകത്തുണ്ടെങ്കിൽ അവൻ പ്രായം ദൈവത്തിന് വിഷയമല്ല, സാഹചര്യങ്ങൾ ദൈവത്തിന് വിഷയമല്ല. നിങ്ങളുടെ അത്ഭുതങ്ങളെ ചെയ്യാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. അത് വിശ്വസിക്കുന്ന ആ കരങ്ങളും ഉയർത്തി ദൈവത്തിനുള്ള അബ്രഹാം വിശ്വസിച്ച് ഇറങ്ങി തിരിച്ചു. 100-ാമത്തെ വയസ്സിൽ തലമുറയിൽ കൊടുത്തു. 14-ാമത്തെ തലമുറയിൽ ഒരു രാജാവ് എഴുന്നേറ്റു. ഇനി അബ്രഹാമിനോട് ചോദിക്കേ, വിട്ടിറങ്ങിയത് അബദ്ധമായോ, വിട്ടിറങ്ങിയത് മണ്ടത്തരമായോ? അബ്രഹാം തിരിച്ചൊരു മറുപടി പറയുന്നത് ഇങ്ങനെയാ, ഞാൻ ഇറങ്ങിയത് കൊണ്ട് എന്റെ തലമുറയെ ദൈവം രാഷ്ട്രങ്ങളാക്കി മാറ്റി. പട്ടണം വിട്ടവന്റെ തലമുറയെ രാജ്യങ്ങളാക്കി മാറ്റിയ, പട്ടണം വിട്ടവന്റെ തലമുറയെ വംശങ്ങളാക്കി മാറ്റിയ, അവൻ പട്ടണം വിട്ടവന്റെ തലമുറയെ ജാതികളാക്കി മാറ്റിയ സർവശക്തനായ ഒരു ദൈവം നമുക്കുണ്ട്. ഇന്ന് രാത്രിയിൽ ആ ദൈവമാണ് നമ്മുടെ നടുവിലിറങ്ങി നിൽക്കുന്നത്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന നിങ്ങൾ ആ കരങ്ങളൊന്നടിച്ച് ചേർത്തൊന്നടിച്ച് ആ ദൈവത്തിനുള്ള ഈ രാത്രി സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങിയ നമ്മെ ലജ്ജിപ്പാൻ ദൈവം അനുവദിക്കുന്ന ദൈവമല്ല. സ്തോത്രം. ആ അബ്രഹാമിന്റെ 14-ാം തലമുറയിൽ ഒരു രാജാവ്. പക്ഷെ അടുത്ത 14-ാം തലമുറ 28-ാം തലമുറ വന്നപ്പോൾ വീണ്ടും തിരിച്ച് ബാബിലോണിലോട്ട്. വല്യപ്പൻ എവിടെ നിന്ന് വന്നോ അവിടോട്ട് കൊച്ചുമക്കളും തിരിച്ചുപോയി. പക്ഷെ അതിനകത്ത് ആരാധനയ്ക്ക് വില കൊടുത്തു നിന്നവൻ ബഹളത്തിനിടയ്ക്കൊന്നും വീണില്ല. അവർ സത്യദൈവത്തിന് വേണ്ടി നിന്നു, സത്യാരാധനയ്ക്ക് വേണ്ടി നിന്നു. ഞാൻ നിങ്ങളോട് പറയാം, കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ടവരെ, എവിടെയായിരുന്നാലും സത്യത്തിന് വേണ്ടി നിൽക്കണം, സത്യദൈവത്തിന് വേണ്ടി നിൽക്കണം. ജീവനുള്ള ദൈവത്തിന്റെ വക്താക്കളായി മാറണം, ജീവനുള്ള ആരാധനയ്ക്കായി വില കൊടുക്കണം.
സത്യത്തിലും ആത്മാവിലുള്ള ആരാധനയ്ക്കൂടെ കൊടുക്കണം. ഏക സത്യ ദൈവം ഒരുവനേ ഉള്ളൂ, ജീവിക്കുന്ന ദൈവം ഒരുവനേ ഉള്ളൂ, ഒരൊറ്റ രക്ഷകനേ ഉള്ളൂ, ഒരൊറ്റ വീണ്ടെടുപ്പുകാരനേ ഉള്ളൂ. അത് സാക്ഷാൽ യേശുക്രിസ്തു മാത്രമാണ്. മറ്റൊരുത്തരും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒറ്റ നാമം, അത് യേശു എന്ന നാമം മാത്രമാണ്. ആകയാൽ ശ്രദ്ധിക്കൂ പ്രിയപ്പെട്ടവരെ, യേശു കർത്താവിന്റെ അടുക്കലേക്ക് അവൻ ഇവനെ ചുമന്നുകൊണ്ട് വരികയാണ്. പരിഗണിക്കുന്നവനകത്തുണ്ടെന്ന് മനസ്സിലാക്കി അവനവനെ അവന്റെ അടുക്കൽ എത്തിക്കുകയാണ്. അകത്തോട്ട് കയറാൻ പറ്റാതെ വന്നപ്പോൾ അവർ വീടിന്റെ മേൽക്കൂര പിടിച്ചു. ഒരു വീടിന്റെ മേൽക്കൂര പൊളിച്ചു. നിങ്ങളെന്താ ചിന്തിച്ച്, ഒരു വീടിന്റെ മേൽക്കൂര പൊളിക്കാൻ ആരെങ്കിലും സമ്മതിക്കൂ? സൗഖ്യമൊക്കെ ശരിയാ, ഇടനേക്കുന്നതൊക്കെ ശരിയാ. എന്ന് വെച്ചാൽ വീട് ഒരു മനുഷ്യന്റെ സ്വപ്നമാണെന്ന് ഒരു വീട്. വയനാട് അങ്ങനല്ലേ നമ്മൾ കണ്ടിരിക്കുന്നത്. എത്രയോ മനുഷ്യരുടെ സ്വപ്നം ഒഴിച്ചു പോയി. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ 2 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു ഉരുൾപൊട്ടലിൽ ഒരു മനുഷ്യൻ ചൂണ്ടിക്കാണിക്കുന്നു, ഈ കിടക്കുന്ന മണ്ണിനടിയിൽ 5ഓളം വീടുകളുണ്ട്. 5ഓളം മൃതദേഹങ്ങൾ ഇതിനടിയിലുണ്ട്. 25 അടിയോളം ഉയരത്തിൽ മണ്ണ് കിടക്കുകയാണ്. അദ്ദേഹം പറയുന്നു, എത്രയോ വീടുകൾ ഇതിനടിയിൽ കിടക്കുന്നു. സാറ് പറഞ്ഞതുപോലെ ഇവിടെ ഉരുൾപൊട്ടാൻ സാധ്യതയൊന്നും ഇല്ലെങ്കിലും നമ്മളാരും സുരക്ഷിതരൊന്നുമല്ല. അതെ, ഞാൻ സുവിശേഷ യോഗങ്ങളിൽ പ്രസംഗിക്കുന്ന ആനുകാലിക സംഭവങ്ങളെ പ്രാഥമിക അടിസ്ഥാനത്തിൽ യേശുക്രിസ്തുവിന്റെ വരവിനെ പ്രസംഗിക്കുന്ന ഒരു പുസ്തകം കൂടിയാണ്. എന്റെ പഠനത്തിൽ മനസ്സിലായത് 2030 ആകുമ്പോഴേക്കും 2050 ആകുമ്പോഴേക്കും ആലപ്പുഴയുടെ മിക്ക ജില്ലയുടെ മിക്ക ഭാഗങ്ങളിൽ കടൽ കയറും, മിക്കവാറുള്ളതൊക്കെ കുറെ പോകുമെന്നാണ് പറയുന്നത്. നിങ്ങളുടെ മുഖത്തിൽ സന്തോഷമില്ല. എങ്ങനെ സന്തോഷിക്കാൻ? നമ്മൾ അങ്ങോട്ട് പോകണ്ട, കടൽ ഇങ്ങോട്ട് വരുമെന്ന്. പത്തനംതിട്ടക്കാർ ഞങ്ങളൊക്കെ വിചാരിച്ചത്, ഞങ്ങളൊക്കെ കുന്നിന്റെ മുകളിലിരുന്ന് പറയാം, ഞങ്ങളൊക്കെ വിചാരിച്ചത് സുരക്ഷിതരാണെന്നാണ്. പക്ഷെ ഞങ്ങളെയൊക്കെ അടുത്തോട്ട് കുന്നിന്റെ മുകളിലോട്ടാണ് വെള്ളം കയറിയത്. അപ്പൊ അതുകൊണ്ട് ആരും ഇവർ സുരക്ഷിതരല്ല. ഒരു ഹല്ലേലൂയ പറയാമോ? ഞാൻ ആ ഭാഗത്തേക്ക് വീണ്ടും മടങ്ങി വരികയാണ്. സതികപ്രിയതേ, അവൻ ഒരു മനുഷ്യന്റെ സ്വപ്നമാണ് ഒരു വീട്. ഒരു മനുഷ്യന്റെ സ്വപ്നമാണ് ഒരു വീട്. ആ മേൽക്കൂര പൊളിക്കാൻ ആ മനുഷ്യൻ തയ്യാറായി. എന്ന് പറഞ്ഞാൽ ഇവരൊന്ന് എഴുന്നേൽക്കാൻ ആ മനുഷ്യന്റെ വീടിന്റെ മേൽക്കൂര പൊളിക്കാൻ അവൻ തയ്യാറായി. ചില മനുഷ്യരുടെ നല്ല മനസ്സുകൾ എത്രയോ പേർക്ക് ആശ്വാസമാണ്. ചില ആളുകളുടെ ഹൃദയ വിശാലത എത്രയോ പേരെ എഴുന്നേൽപ്പിക്കുന്നതാണ് സ്വന്തം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫ്യൂണറൽ സർവീസിൽ പോയി. ട്രിവാൻഡ്രത്തും തിരുവനന്തപുരത്തും നിരവധി സുവിശേഷ യോഗങ്ങളിൽ പ്രസംഗിച്ചപ്പോൾ അവരുടെ യോഗങ്ങളിൽ എന്നെ വിളിച്ചിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവരുടെ ചർച്ചയിൽ വിശ്രമിക്കുമ്പോൾ അവിടെ ഈ പ്രവർത്തനത്തിന്റെ ഇവിടത്തെ ഒരു ദീപിക പ്രത്യാശ ദൈവം അല്ലേ, കുറെ പല മാസങ്ങളിലായിട്ടുണ്ട് ഞാനിങ്ങനെ ഓരോന്നൊക്കെ പലതും എടുത്തു മറിച്ചൊന്ന് വായിച്ചു. അവിടെ ടൗണിൽ തന്നെയുള്ള ഒരു കർത്തൃദാസനാണ്. ആമേൻ. ഞാനത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. സ്തോത്രം. ഈ സംസ്ഥാന വ്യാപകമായി അല്ലെങ്കിൽ എവിടെയൊക്കെയോ ഈ പ്രത്യാശ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ കരുതലിന്റെ കരം ചെല്ലുന്നത് കണ്ടപ്പോൾ, അനേകരെ താങ്ങി നിർത്തുന്നത് കണ്ടപ്പോൾ, അനേകർക്ക് ആശ്വാസമായി നിൽക്കുന്നത് കണ്ടപ്പോൾ എന്റെ കണ്ണുകൾ നിറഞ്ഞു, എന്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയുവാനിടയായി. ഞാൻ ആ പാസ്റ്ററോട് ചോദിച്ചു, ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു മീറ്റിംഗിന് പോകുന്നുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ സ്വന്തം ഭവനം പോലെയാണ്. ആ ഭവനത്തിന്റെ വാക്കുകൾ കേട്ടപ്പോൾ, അവരുടെ ഹൃദയത്തിന്റെ സന്തോഷം കേട്ടപ്പോൾ എനിക്കൊന്നുകൂടെ ഹൃദയത്തിന് ആനന്ദമായി. ഇന്ന് രാത്രി ഞാൻ പറയാം, നമ്മുടെ ചെറിയ കരുതൽ പോലും എത്രയോ പേർക്ക് ആശ്വാസമാണ്. നമ്മുടെ എത്രയോ ചെറിയ കരുത്താകൽ പോലും എത്രയോ പേർക്ക് ആശ്വാസമാണ്. ഇന്ന് രാത്രിയിൽ നാം ചെയ്യുന്ന ഓരോ നന്മയും അത് അനേകർക്ക് ആശ്വാസമാണ്. അത് ഉറപ്പുള്ള ദൈവമക്കൾ ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്തേ. യേശു അവിടേക്ക്
അവൻ ചെന്ന് ഇത് കണ്ടിട്ട് ഈ വന്ന ആളുകൾ വിചാരിച്ചത് ഇവനെ എഴുന്നേറ്റ് നടക്ക എന്ന് പറയും എന്നായിരിക്കും ചിന്തിച്ചത്. പക്ഷെ യേശു അവിടെ ചെന്നിട്ട് അവരോട് പറഞ്ഞത്, നിന്റെ പാപത്തെ മോചിച്ചു ഇരിക്കുന്നു. മനുഷ്യന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് വേണ്ടത് പാപത്തിന്റെ വിമോചനമാണ്. പാപത്തിന്റെ ശമ്പളം മരണമാണ്. മരണമെന്ന മൃത്യുവിന് കീഴടങ്ങി നിത്യ നരകത്തിന്റെ പുറകുകൊള്ളിയായി നമ്മൾ കിടക്കുമ്പോൾ ആ പാപത്തിന്റെ മോചനം നൽകി നിത്യം നരകത്തിന്റെ വായ്ക്കിടത്ത് നമ്മെ വിടുവിച്ച് സ്വതന്ത്രനാക്കണമെങ്കിൽ ഒരു രക്ഷകൻ അനിവാര്യമായി വന്നു. പ്രശ്നമോ ആ രക്ഷകനായി ഈ ഭൂമിയിൽ അവതരിച്ച സാക്ഷാൽ ദൈവമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ആ കർത്താവായ യേശു ക്രിസ്തു അവനെ നോക്കിയിട്ട് പറഞ്ഞത്, നിന്റെ പാപത്തെ മോചിച്ചിരിക്കുന്നു. സ്തോത്രം. എന്റെ പ്രിയരെ, ചില രോഗങ്ങൾക്ക് സൗഖ്യം വന്നില്ലെങ്കിലും, ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിച്ചില്ലെങ്കിലും, നമുക്ക് ഏറ്റവും അത്യാവശ്യം പാപത്തിന്റെ വിമോചനമാണ്. നമ്മുടെ കുറവുകൾ ക്ഷമിക്കപ്പെടുന്നതാണ്, നമ്മുടെ ലംഘനങ്ങൾ കഴുകപ്പെടുന്നതാണ്, നമ്മുടെ അകത്യങ്ങൾ മായിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു ബലഹീനത ഉണ്ടെങ്കിൽ ഈ രാത്രി ദൈവത്തോട് പറയണം, കർത്താവേ, അവിടുത്തെ രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമേ, അവിടുത്തെ രക്തത്താൽ എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ, എന്റെ കണ്ണുകളെ കഴുകണമേ, എന്റെ ഹൃദയത്തെ കഴുകണമേ, എന്റെ ഹൃദയ വിചാരങ്ങളെ കഴുകണമേ, എന്റെ അകത്തെ പോക്കണമേ, എന്റെ കുറവുകൾ ബലഹീനതകൾ ക്ഷമിക്കണമേ എന്ന് ആത്മാർത്ഥമായി ഇന്ന് രാത്രി ദൈവത്തോട് പറയാൻ സാധിക്കണം. സ്തോത്രം. ഒരു കഠിനമായ മനസ്സോടെ നമ്മൾ ഇരിക്കരുത്. കഠിനമായ മനസ്സോടെ നമ്മൾ ഇരിക്കരുത്. സ്തോത്രം. കാര്യം നമ്മൾ കണ്ടില്ലേ ആമേൻ, അനാഥരായ ഒത്തിരി കുഞ്ഞുങ്ങൾ, അനാഥരായ ഒത്തിരി മാതാപിതാക്കന്മാർ ഒറ്റ നിമിഷം കൊണ്ട് സകലത നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ, രക്ഷ നമ്മുടെ അടുത്തുള്ളപ്പോൾ, രക്ഷ പ്രാപിക്കാനുള്ള സാഹചര്യം നമ്മുടെ അടുത്തുള്ളപ്പോൾ അതിനെ തള്ളിക്കളയാതെ ഇന്ന് രാത്രി യേശുവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുന്നത്, കർത്താവേ, അവിടുന്ന് എന്നെ രക്ഷിക്കണമേ, അവിടുന്ന് എന്റെ പാപത്തെ വിമോചിപ്പിക്കണമേ എന്ന് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയണം. യേശു അവന്റെ പാപത്തെ വിമോചിപ്പിച്ചു. അവിടെ കൂടിയിരുന്ന ആളുകൾ തമ്മിൽ പെറുത്തു. ഇവനെങ്ങനെ പാപത്തെ പോക്കാൻ അധികാരം ഇവിടെ ലഭിച്ചു? അവരുടെ ഹൃദയത്തിന്റെ നിരൂപണങ്ങൾ മനസ്സിലാക്കിയ യേശു പറഞ്ഞു, അവരുടെ മുൻപിൽ അവന് പാപത്തെ പോക്കാൻ അധികാരമുണ്ട് എന്ന് വെളിപ്പെടുത്തുമാണ്. കർത്താവിനോട് പറഞ്ഞു, നിന്റെ കിടക്ക എടുത്തു നടക്കണം. ആ ഒറ്റ അത്ഭുതത്തിലൂടെ കർത്താവോട് സ്ഥാപിച്ചത്, പാപത്തെ പോക്കാൻ യേശുവിന് അധികാരമുണ്ട്. നാം ആരാധിക്കുന്ന ദൈവം അധികാരമുള്ളവരാണ്. രണ്ട്, അവർ തെരഞ്ഞെടുക്കുന്നവരെ. യേശു അവിടെ നിന്ന് പോകുമ്പോൾ മത്തായി എന്ന പേരുള്ള ഒരു മനുഷ്യൻ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടിട്ട് യേശു പറഞ്ഞു, എന്നെ അനുഗമിക്കുക. ജോലി സ്ഥലത്തിലേക്ക് ഒരു മനുഷ്യൻ ചുങ്ക പിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചുങ്കക്കാരനായ മത്തായി, ആ മത്തായിയോട് യേശു പറഞ്ഞു, എന്നെ അനുഗമിക്കാം. അവനെ കഴിവിന്റെ അടിസ്ഥാനത്തിലല്ല തെരഞ്ഞെടുത്തത്, അവനോട് യേശുവിന് കൃപ തോന്നി. കഴിവിന്റെ അടിസ്ഥാനത്തിലോ യോഗ്യതയുടെ അടിസ്ഥാനത്തിലോ അല്ല അവൻ നമ്മെ തെരഞ്ഞെടുക്കുന്നത്, അവന്റെ ദയയാൽ, അവന്റെ കൃപയാൽ, അവന്റെ സ്നേഹത്താൽ. ഇന്ന് രാത്രിയിലും ഈ മീറ്റിംഗിനകത്ത് സംബന്ധിക്കാൻ, കടന്നു വരാൻ ദൈവം നിങ്ങൾക്ക് സാഹചര്യം ഒരുക്കിയല്ലോ. യേശുവിനെ ഒന്ന് വിളിക്കുവാൻ, യേശുവിനെ പിൻപറ്റുവാൻ ഒരു അവസരം ലഭിച്ചല്ലോ. വാസ്തവത്തിൽ എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, നമുക്ക് ഈ അവസരങ്ങൾ ലഭിച്ചതും അവന്റെ കൃപയാലത്രേ. ഞാനിത് വായിച്ചപ്പോഴേക്ക് എന്നെ ആവേശം കൊണ്ടൊരു കാര്യമുണ്ട്. യേശു ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ പത്രോസ് പടകും വലയും എടുത്തുകൊണ്ട് കടലിൽ ചാടി. പക്ഷെ ചുങ്കക്കാരൻ മത്തായി ബുക്ക് കൊടുത്തുകൊണ്ട് കരമേരിക്കാൻ പിന്നെ ചന്തസ്ഥലത്ത് ഇറങ്ങിയില്ല. സ്വന്തം പിന്മാറിപ്പോകാത്തൊരു ഭക്തൻ ചുങ്കക്കാരൻ മത്തായിയെ സുവിശേഷകൻ മത്തായിയാക്കി മാറ്റിയപ്പോൾ, ചുങ്കക്കാരൻ മത്തായി എന്ന സുവിശേഷകൻ മത്തായി അവൻ തന്റെ തൂലികയിലൂടെ താൻ പിന്നെ വിളിച്ചു പറയുന്നത് രാജാധിരാജാവായ യേശു ക്രിസ്തു. ഒരു ചുങ്കക്കാരനെ തെരഞ്ഞെടുത്ത് അവനെ ആട്ടപടനം ആളാകെ മാറ്റി അവനെ
കാഴ്ചപ്പാടിനെ മാറ്റി എന്തൊരു വലിയ മനുഷ്യനാക്കി യേശു മാറ്റി. നിങ്ങൾ യേശുവിന്റെ കൈകൊണ്ട് നിങ്ങളെ കൊടുത്തേ. യേശു നിങ്ങളെ അവൻ സമൂഹത്തിനും നമ്മുടെ രാജ്യത്തിനും വീടിനും സംഘടനയ്ക്കൊക്കെ ഏറ്റവും പ്രയോജനമുള്ള വലിയ വ്യക്തികളാക്കി നിങ്ങളെ മാറ്റാൻ യേശുവിന് കഴിയും. നിങ്ങൾക്ക് ജ്ഞാനമില്ലേ? ദൈവത്തോട് പറയാം, യേശുവിനോട് പറയാം, യേശുപ്പ എനിക്ക് ജ്ഞാനം നൽകണം, എനിക്ക് നല്ല ജ്ഞാനം നൽകണം, എനിക്ക് നല്ല ഓർമ്മ നൽകണം. എന്റെ ഫ്യൂച്ചറിനെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. നിങ്ങളെ മാറ്റിമറിക്കാൻ സ്തോത്രം, നിങ്ങളെ ഒരു അനുഗ്രഹമാക്കി മാറ്റാൻ യേശുവിന് കഴിയും. 3, അവൻ സൗഖ്യദായകനാണ്. യേശു അവൻ യായോസ് യേശുവിനെ തന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുമ്പോൾ യേശു ആ വീട്ടിലോട്ട് പോവുകയാണ്. ശ്രദ്ധിക്കണം, ആ വീട്ടിലോട്ട് പോകുമ്പോൾ വഴിവക്കിൽ ഒരു സഹോദരി യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊടുകയാണ്. ആ സഹോദരി രക്തസ്രാവക്കാരിയാണ്. എത്ര വർഷമായിട്ടാണ് അവളുടെ രക്തസ്രാവം എന്ന രോഗം ബാധിച്ചെന്നറിയാമോ? എത്ര വർഷമാണ് അറിയാവുന്നത്? പറഞ്ഞേ, കുഞ്ഞുങ്ങൾക്കറിയാമോ? സദസ്സോട് ആണോ? എത്ര വർഷമാണ്? എത്ര? തെറ്റിക്കൊണ്ട് സാരമില്ലെന്ന്, തെറ്റിയാലല്ലേ നമുക്ക് ഉത്തരം പറയാൻ പറ്റും. കറക്റ്റ്. വെരി ഗുഡ്. എത്ര വർഷം? 12 വർഷം. നമ്മൾ ഈ പുറത്തിനെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടോട് പോയിരിക്കുന്നതുകൊണ്ട് ഞാൻ പറയട്ടെ, അവൻ ചരിത്രങ്ങൾ ഇങ്ങനെ പറയുന്നു, ഈ രക്തസ്രാവക്കാരി സ്ത്രീകളെ ചികിത്സിക്കുന്നത് ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട്, കുഴികുത്തി അതിലിറക്കിയിരുത്തിയാണ് ചികിത്സിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സകല വൈദ്യന്മാരും അവളെ കുഴിയിലിറക്കി. പക്ഷേ അവളെ കുഴിയിൽ നിന്ന് കയറ്റിയ ഒരു വൈദ്യനുണ്ടെങ്കിൽ അത് ഗിലെയാദിലെ നല്ല വൈദ്യനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഈ ലോകത്തിന്റെ മനുഷ്യൻ നമ്മെ കുഴിയിൽ ചാടിക്കാം, നമ്മെ കുഴിയിലേക്ക് ഇറക്കിയേക്കാം. പക്ഷെ കുഴിയിൽ നിന്ന് കയറ്റാൻ കഴിയുന്ന, നമ്മെ ഉയർത്താൻ കഴിയുന്ന ഒരുവൻ, അത് നസറേയനായ യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തു എന്റെ കൈകളിൽ പിടിച്ചിട്ടുണ്ട്. അവൻ എന്നെ കുഴികളിൽ നിന്ന് ഉയർത്തുമെന്ന് ഇന്ന് രാത്രി എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഹല്ലേലൂയ. അവൻ ഒരിക്കൽ കൂടെ ആ കർത്താവിന് ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒരു ദൂതനെ ഞാൻ വിളിച്ചു പറയുന്നത് കേട്ടോ. പ്രിയാനിമാരെ പ്രാർത്ഥിക്കണം, ബഹുമാനെ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ തലമുറകളെ കുഴിയിൽ ചാടിക്കുക, അടവിശ്വസിക്കുക. നിങ്ങളുടെ വാഗ്ദത്തങ്ങളെ തല്ലി തകർത്തുകളെ ശത്രു ശ്രമിച്ചുകൊണ്ട് കുഴിയിൽ ചാടിക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഒരു പ്രവചന ശബ്ദമായി നിങ്ങളോട് വിളിച്ചു പറയുന്നു. കുഴികളിൽ നിന്ന് ഉയർത്താൻ കഴിയുന്ന, നിങ്ങളുടെ ഭാവിയെ മാറ്റിമറിക്കാൻ കഴിയുന്ന സർവശക്തന്റെ കാലം ഇന്ന് രാത്രി ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അവൻ കുഴിയിൽ ചാടിക്കണമെന്ന്, കുഴിയിൽ ഇറക്കണമെന്ന്, നിന്നെ കുഴിയിൽ ഇറക്കണമെന്ന്, നിന്നെ കുഴിയിൽ ചാടിക്കണമെന്ന്. അവൻ നീ അധ്വാനിച്ചതല്ല, ഒറ്റ നിമിഷം കൊണ്ട് തകർത്തു തരിപ്പണമാക്കി നിന്നെ കുഴിയിൽ ഇറക്കണമെന്ന്, നിന്നെ നാമാവശേഷമാക്കണമെന്ന്, നിന്നെ തകർത്തു കളയണമെന്ന് അവൻ ചിലർ ആഗ്രഹിക്കുമ്പോൾ, അവൻ ശത്രു ആഗ്രഹിക്കുമ്പോൾ ഇന്ന് രാത്രി കുഴികളിൽ നിന്ന് ഉയർത്തുന്ന ഒരു ബലമുള്ള കാര്യം ഈ ആരാധന മധ്യത്തിൽ, ഈ പ്രാർത്ഥനാ മധ്യത്തിൽ വിശ്വസിക്കുന്നവരുടെ ഇന്ന് രാത്രി ഇറങ്ങി വരുന്നത് ആത്മാവിൽ അറിയുന്ന പ്രിയപ്പെട്ടവരിനകത്തുണ്ടെങ്കിൽ ആ കരങ്ങളോട് അടിച്ച് തുറന്ന് ചില വിളിച്ചുകൾ കർത്താവിനെ സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം തന്നതൊക്കെ കുഴിയിലിറക്കണമെന്ന് അങ്ങനെ പരിശുദ്ധാത്മാവിനോട് ആവർത്തിക്കുന്നു. അവൻ തന്നതൊക്കെ കുഴിയിലിറക്കി കളയുമെന്ന്, നിന്നെ കുഴിയിൽ ചാടിക്കുമെന്ന്, നിന്റെ തലമുറകളെ കുഴിയിൽ ചാടിക്കുമെന്ന്, നിന്റെ ഭാവിയെ കുഴിയിലാക്കി കളയുമെന്ന് ശത്രു വാദിക്കുമ്പോൾ ഇന്ന് രാത്രിയിലെ പ്രാർത്ഥന അതിന്റെ മേലുള്ള ഒരു വിടുതലായി മാറുകയാണ്. വിശ്വസിക്കാൻ എത്രവർക്ക് മനസ്സുണ്ട്? ഹല്ലേലൂയ. ഇത് ജയത്തിന്റെ രാത്രിയാണ്, ഇത് വിടുതലിന്റെ രാത്രിയാണ്, കർത്താവിനെ പുറത്തു കൊണ്ടുവരുന്ന രാത്രിയാണ്. ചിലത് നിന്റെ പക്കലേക്ക് പരിശുദ്ധാത്മാവ് ഏൽപ്പിക്കുന്ന രാത്രി. സകലവും നഷ്ടപ്പെട്ട തെരുവിലേക്ക് ഇറങ്ങിയവൾ, രക്തസ്രാവം ബാധിച്ചവരെ വീട്ടിനകത്ത് പാർപ്പിക്കത്തില്ല, അശുദ്ധിയൊന്ന് മുദ്രകുത്തി പൂർത്തിയാണിക്കും. വേദനപ്പെട്ട് തെരുവിലിറങ്ങിയവൾ, എല്ലാം നഷ്ടപ്പെട്ടവൾ, എല്ലാം നഷ്ടപ്പെട്ടു. ഏറിയൊന്ന് കൊടുത്ത് ചികിത്സിച്ചു. വൈദ്യന്മാർ കൈവിട്ടപ്പോൾ ന്യായപ്രമാണം അകത്തു വന്നിട്ട് പറഞ്ഞു, നീ അശുദ്ധയാണ്. അവൾ തൊടുന്നവരും അവളെ തൊട്ടവരും അശുദ്ധരാകും. അവളെ പുറത്താക്കി. വീടും നാടും അവർക്ക് നഷ്ടപ്പെട്ടു, ബന്ധങ്ങൾ
സൊസൈറ്റി നഷ്ടപ്പെട്ടു. പിന്നെ ഒരു വല്ലാത്ത ജീവിതം, എല്ലാവരും തള്ളപ്പെട്ട്, എല്ലാവരും ഒറ്റപ്പെട്ട്, സമൂഹത്തിൽ അവഗണിക്കപ്പെട്ട്, പൊതുവഴിയിൽ പോലും നടക്കാൻ കഴിയാതെ, അതേ ആളുകൾ കണ്ടാൽ കണ്ണെടുക്കും അവിടെ എറിയാൻ, ആർക്കും മുഖം കൊടുക്കാതെ, ആർക്കും നേരെ ചെല്ലാതെ ഒറ്റപ്പെട്ട ജീവിതം, കുറ്റിക്കാടുകളിലും പാറകളുടെ അതേ മറവിലുമൊക്കെയായി ഒരു ജീവിതം നയിച്ചുകൊണ്ടിരുന്ന അവൾ ആർക്കും അവനെ സൗഖ്യമാക്കാൻ കഴിയുന്നില്ല. ഇതാ ഈ സമയത്ത് ഒരുവൻ അതുവഴി കടന്നു പോകുന്നു. അവന്റെ പേര് നസ്രയനായ യേശു എന്ന. അവൻ സൗഖ്യദായകനാണ്. പ്രിയരെ, ആ സ്ത്രീക്ക് ഒരു കാര്യം മനസ്സിലായി, അതെ ആ യേശുവിന്റെ വസ്ത്രത്തിലെങ്കിലും ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യമാണ്. ഇന്ന് രാത്രി നിന്റെ വിശ്വാസത്തിന്റെ ആഴം എത്ര വലുതാണ്. ഞാൻ യേശുവിന്റെ വസ്ത്രത്തിലെങ്കിലും ഒന്ന് തൊട്ടാൽ സൗഖ്യം പ്രാപിക്കുമെന്ന് അവരുടെ വിശ്വാസത്തിന്റെ ആഴം. അവൻ വലിയ ജനാവലിയുടെ നടുവിലൂടെ യേശു ഇങ്ങനെ നടന്നു വരുമ്പോൾ അവൾ സൂക്ഷ്മമായ ഒരു കോണിൽ നിന്നുകൊണ്ട് ഇങ്ങനെ നിരീക്ഷിക്കുകയാണ്. ഈ യേശുവിന്റെ അടുത്തേക്ക് ചെല്ലണം. അവൾ ആളുകളെ വകഞ്ഞു മാറ്റി ആരും അറിയാതെ, ആരുടെയും കണ്ണിൽപ്പെടാതെ യേശുവിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ, അടുക്കലേക്ക് ചെല്ലുമ്പോൾ ഒരുപക്ഷെ ന്യായപ്രമാണം അവളുടെ മുന്നിലോട്ട് കയറി നിന്നിട്ട് പറയും, ഹേ നീ അശുദ്ധയാണ്, എന്നെ തൊടുന്നവൾ അശുദ്ധയാണ്, നീ തൊടുന്നവൻ അശുദ്ധയാണ്, അതുകൊണ്ട് വഴിപാട്. ന്യായപ്രമാണം അവളെ ശാസിക്കുമ്പോൾ ഒരുപക്ഷെ അവൾ ആ ന്യായപ്രമാണത്തിന് നേരെ തല ഉയർത്തി പിടിച്ചിട്ട് പറഞ്ഞു, എന്റെ കുടുംബം നഷ്ടപ്പെടുത്തിയ, എന്നെ അശുദ്ധി എന്ന് മുദ്രകുത്തി എന്നെ തെരുവിലാക്കിയ ന്യായപ്രമാണമേ വഴിമാറ്. എന്നെ സൗഖ്യമാക്കാൻ കഴിയുന്ന നസ്രയനായ യേശുവിനെ ഞാൻ ഒന്ന് തൊടട്ടെ. പലതും നിന്നെ യേശുവിനെ കടിപ്പിക്കാൻ തടസ്സമായിരിക്കുമ്പോൾ, പലതും നിന്നെ യേശുവിനെ പുറകെ തിരിക്കാൻ തടസ്സമായിരിക്കുമ്പോൾ, യേശുവിന്റെ സാന്ത്വനം, രക്ഷയും, യേശുവിന്റെ കരുതലും, യേശുവിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ പലതും തടസ്സമായിരിക്കുമ്പോൾ, ഇന്ന് രാത്രി ആ തടസ്സങ്ങൾക്ക് മുൻപിൽ വിധേയപ്പെടാനല്ല, അതിനെ പൊട്ടിച്ചുകൊണ്ട് ഞാൻ എന്റെ യേശുവിനെ ഒന്ന് തൊടട്ടെ എന്ന് ഈ രാത്രി എത്രവർക്ക് തീരുമാനമുണ്ട്. അവൾ ചെന്നു യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടു. അവൾ വായിക്കുന്നത് തൊങ്ങലിൽ തൊട്ടു എന്നാണ്. പക്ഷേ അവൾ തൊട്ടത് യേശുവിന്റെ ദൈവത്വത്തിലാണ്. അവൻ ദൈവമെന്ന് വിശ്വസിച്ച് തൊട്ടു. അവർക്ക് നിന്ന് ശക്തി പുറപ്പെട്ടു. അവൻ ക്ഷണത്തിൽ സൗഖ്യമായി. ഇന്ന് രാത്രി വിശ്വസിക്കുന്നതിൽ യേശു നിങ്ങളെ സൗഖ്യമാക്കണം. എത്ര വിശ്വസിക്കുന്നുണ്ട്? യേശു നിങ്ങളെ സൗഖ്യമാക്കി. നിങ്ങളുടെ രോഗബന്ധനങ്ങളെ അടിക്കാൻ യേശു മതിയായ ദൈവമാണ്. 36 വർഷങ്ങൾക്ക് പുറകിൽ രക്തയണലി കടിച്ച്, എന്റെ അപ്പായി രക്തയണലി കടിച്ച്, ചോര ഛർദ്ദിച്ച്, ചെവിയിലൂടെയും മൂക്കിലൂടെയും ചോര ഒലിച്ച് അടൂർ ഹോളി ക്രോസ് ഹോസ്പിറ്റലിൽ മരിച്ചു എന്ന് പറഞ്ഞ് മാറ്റിയിട്ടൊരു മനുഷ്യനാണ്. പക്ഷേ വൈദ്യശാസ്ത്രമല്ല, യേശു ഇറങ്ങി സൗഖ്യമാക്കി. 36 വർഷം കഴിയുന്നു. ഇന്നും എന്റെ അമ്മ ഈ ഭൂമിയിൽ ജീവനോട്, എന്റെ അപ്പനെ ജീവനോടെ ഈ ഭൂമിയിലുണ്ട്. പ്രിയനെ, എന്റെ അമ്മ 2 കിഡ്നിയും ഫെയിലായി, 85% പഴുത്ത് ശരീരാവതെ കിഡ്നി 2 നഷ്ടപ്പെട്ട് മരണത്തോട് മല്ലടിച്ചത് 27 വർഷങ്ങൾക്ക് പുറകിൽ. എല്ലാവരും കൈവിടപ്പെട്ട്, വൈദ്യന്മാർ കൈവിടപ്പെട്ട്, അന്ത്യകർമ്മങ്ങൾ വല്ലതും ചെയ്യാറുണ്ടെങ്കിൽ കൊള്ളുകയും ചെയ്യുന്നു പറഞ്ഞ് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത് എന്റെ അമ്മയെ. അവൻ വൈദ്യശാസ്ത്രമല്ല, യേശു എന്റെ അമ്മയെ സൗഖ്യമാക്കി. ഹല്ലേലൂയ. ആ യേശു ഇന്നും ജീവിക്കുന്നു. വിശ്വസിക്കുന്നെങ്കിൽ നിന്നെ സൗഖ്യമാക്കാൻ യേശു ഇതിനകത്ത് വന്നിട്ടുണ്ട്. നിന്റെ രോഗം എന്തുമാകട്ടെ, നിന്റെ പ്രതിസന്ധി എന്തുമാകട്ടെ, നിന്റെ വിഷയം എന്തുമാകട്ടെ, ഇന്ന് രാത്രി സൗഖ്യമാക്കുന്നവന്റെ കാലം ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നെങ്കിൽ ആ മുറിവേറ്റ കാലം ഈ രാത്രി നിന്നെ തൊട്ട് സൗഖ്യമാക്കാം. ഈ രാത്രി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ? സ്വർഗം നിന്നെ സൗഖ്യമാക്കുന്ന രാത്രിയാണ്. ആ സഹോദരിക്ക് സൗഖ്യം കൊടുത്ത അനന്തരം യേശു പോകുന്നത് യായിറോസിന്റെ വീട്ടിലേക്കാണ്. യായിറോസിന്റെ വീട്ടിൽ ഒരു മരണം നടന്നിരിക്കുന്നു. മരണം കണ്ടാൽ മിനിസ്ട്രി അവസാനിപ്പിച്ച് മടങ്ങി പോകുന്നവനല്ല യേശു ക്രിസ്തു. മരണ വീട്ടിലും യേശുവിന്റെ മിനിസ്ട്രി ഉണ്ട്. ആ മരണ വീട്ടിലേക്ക് കയറി ചെന്നിട്ട് യായിറോസിന്റെ മകളെ
യേശു ഉയർപ്പിച്ചു. അവൻ ഉയർപ്പിക്കുന്നവനാണ്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, ദൈവജനത്തിനൊരു പ്രത്യാശയുണ്ട്. അവൻ ക്രിസ്തുവിൽ മരിക്കുമ്പോൾ അവന്റെ ശബ്ദം കേൾക്കുമ്പോൾ നിത്യജീവനായി ഉയർത്തെഴുന്നേൽക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ഈ രാത്രി ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടുകൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോട് ശേഷിച്ച നാം ഓരോരുത്തരും അവരോട് ഒരുമിച്ച് രൂപാന്തരം പ്രാപിച്ച് അവനെ എതിരേൽപ്പാൻ മധ്യാകാശത്തിലേക്ക് ക്ഷണിക്കപ്പെടും. ക്രൈസ്തവോ, മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല ക്രൈസ്തവിക പ്രത്യാശ. മരണത്തിനപ്പുറത്തും നിത്യതയെ നൽകാൻ വാഗ്ദത്തം പ്രാപിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇന്ന് രാത്രി ഉയർപ്പിക്കാൻ ശക്തൻ, സൗഖ്യം നൽകാൻ ശക്തൻ, തെരഞ്ഞെടുക്കാൻ ശക്തനായ അവൻ പാപത്തെ പൊക്കാൻ അധികാരമുള്ളവൻ ഇതിനകത്ത് വന്നിരിക്കുമ്പോൾ അവനിലേക്ക് ഹൃദയം ഒന്ന് പകരാൻ എത്രവർക്ക് മനസ്സുണ്ട്. അവന്റെ സാന്നിധ്യം അനുഭവിക്കാൻ എത്ര വരുന്ന രാത്രി അവൻ തയ്യാറാകുന്നു. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, ദൈവകരങ്ങളിലേക്ക് എത്തിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. നിങ്ങൾ കേട്ടതോ, അവൻ പാപത്തെ പോക്കാൻ അധികാരമുള്ളവനാണ്. സ്തോത്രം. അവൻ പാപത്തെ പോക്കാൻ അധികാരമുള്ള ദൈവമാണ്. എല്ലാവരും ആ സ്ഥാനത്ത് ഒന്ന് എഴുതേക്കാം. എല്ലാവരും ഒന്ന് എഴുതേക്കാം. പാപത്തെ പോക്കാൻ യേശു അധികാരമുള്ളവനാണ്. സൗഖ്യം അവൻ തിരഞ്ഞെടുക്കുന്ന ദൈവമാണ്. അവൻ സൗഖ്യമാക്കുന്ന ദൈവമാണ്. അവൻ ഉയർപ്പിക്കുന്ന ദൈവമാണ്. രാത്രി ഹൃദയം യേശുവിലേക്ക് പകരാൻ എത്രവർക്ക് മനസ്സുണ്ട്? നിങ്ങളെ തന്നെ യേശുവിലേക്ക് ഒന്ന് സമർപ്പിക്കാൻ എത്രവർക്ക് മനസ്സുണ്ട്? ഈ യേശുവില്ലാതെ എനിക്കൊരു ജീവിതമില്ല, ഈ കർത്താവില്ലാതെ എനിക്കൊരു ജീവിതമില്ല. യേശു മാത്രം മതി എനിക്ക്, യേശു മാത്രം മതി. യേശുവില്ലാതെ എനിക്കൊരു ജീവിതമില്ല. ഇന്ന് രാത്രി ഒരു തീരുമാനം നിങ്ങളുടെ അകത്തുണ്ടോ? എന്നെ സൗഖ്യമാക്കണമെന്ന് എത്രവർ പ്രാർത്ഥിക്കും? എന്റെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം വേണമെന്ന് ആഗ്രഹിക്കുന്നു. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. പ്രിയപ്പെട്ടവരോട് ചേർന്ന് നമ്മൾ ചില ചടങ്ങുകൾ പാടും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും.